أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. സർവശക്തനായ പടച്ചതമ്പുരാന്റെ സത്യവിശ്വാസികളായ അടിമകളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ കൃത്യമായി കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ പടച്ചതമ്പുരാന്റെ കോടതിയിൽ നമ്മെ സഹായിക്കുവാനോ സംരക്ഷിക്കുവാനോ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി ആർക്കുവേണ്ടിയും കാത്തു നിൽക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ആവശ്യമായ സൽക്കർമ്മങ്ങൾ ജീവിതത്തിലെമ്പാടും വർദ്ധിപ്പിക്കണമെന്നും അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മതമെന്താണ് എന്ന് പരിചയപ്പെടുത്തി കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിനകത്തും പുറത്തുമുള്ള ചെറുതും വലുതുമായ ഒരുപാട് വേദികളിൽ കൂടി കേരളത്തിലെ ജനങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. യുവപഥം എന്ന തലക്കെട്ടോടുകൂടി ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ഇത്തരമൊരു പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം
ഏതൊരു പ്രദേശത്ത് ഒരു പ്രഭാഷണത്തിന് വേണ്ടി ചെന്നാൽ, ഒരു പ്രസംഗത്തിന് ചെന്നാൽ, അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏത് പ്രദേശത്തായാലും ശരി, പ്രസംഗിക്കുവാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറുന്നതിന്റെ തൊട്ടു മുമ്പ് ആ നാട്ടിലുള്ള ആ നാട്ടുകാരനായ ഏതെങ്കിലും ഒരാൾ, സാമൂഹ്യ സ്നേഹിയായ ഒരാൾ വട്ടം പിടിച്ച് ചേർത്ത് നിർത്തി ചെവിയിൽ ഒരു സ്വകാര്യം പറയും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ ഈ സ്വകാര്യം പറയുന്ന ഭാഷയ്ക്ക് അല്ലറ ചില്ലറ വ്യത്യാസങ്ങളും ചില ഉച്ചാരണ മാറ്റങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ആ പറയുന്ന സ്വകാര്യത്തിന്റെ വിഷയം എവിടെയും ഒന്നു തന്നെയാണ്, മറ്റൊന്നുമല്ല. മൗലവി, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ കാര്യം കുറച്ച് മോശാട്ടോ, അതുകൊണ്ട് അവരെക്കുറിച്ച് നിങ്ങൾ ചില കാര്യങ്ങൾ പറയണം കേട്ടോ. ഇതാണ് ആ പറഞ്ഞതിന്റെ രത്നചുരുക്കം. ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ ഏതെങ്കിലും ഒരു ജില്ലയിലെയോ ഏതെങ്കിലും ഒരു ജനക്കൂട്ടത്തിന്റെയോ മാത്രം പ്രത്യേകതയല്ല. ലോകത്തിന്റെ ഏത് ഭാഗത്തും സമൂഹത്തെ സ്നേഹിക്കുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനതയെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഉത്കണ്ഠയോടുകൂടി ആവലാതിപ്പെടാനുള്ള വിഷയം തന്നെയാണ്. ധർമ്മം എന്താണ് എന്നറിയാത്ത, സത്യം എന്താണെന്നറിയാത്ത, നീതി എന്താണെന്നറിയാത്ത, എങ്ങനെ ജീവിക്കണമെന്നറിയാത്ത, എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരു സമൂഹമായി സമൂഹത്തിന്റെ നട്ടെല്ലായ യുവജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന ചോദ്യത്തിന് അവർക്കിടയിൽ പ്രസക്തിയില്ല. ജീവിതത്തിൽ താൻ എന്താണോ ഇഷ്ടപ്പെടുന്നത്, താൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹത്തിന്റെ പിന്നാലെ പോവുക, അതിനാവശ്യമായ സംവിധാനങ്ങളും മാർഗങ്ങളും ഉണ്ടാക്കുക. അതിനപ്പുറം അരുത് എന്ന് പറയുവാൻ, തെറ്റ് എന്ന് പറയുവാൻ, അത് കേൾക്കുവാൻ അവർക്കിഷ്ടമല്ല. വിദ്യാഭ്യാസമാണ് മനുഷ്യന്റെ പുരോഗതിക്ക് നിദാനമെന്ന് പലപ്പോഴും നമ്മളൊക്കെ വിളിച്ചു പറയുമ്പോഴും ഏറ്റവുമേറെ വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ്, വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രങ്ങൾ തന്നെയാണ് ഇത്തരം അവിശുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് എന്നതും ഒരു സത്യമാണ്. പിന്നെ എങ്ങനെയാണ് മനുഷ്യരെ മാറ്റിയെടുക്കുക, എങ്ങനെയാണ് യുവതലമുറയെ ധർമ്മത്തിന്റെ പാതയിലേക്ക് നയിക്കുക എന്നതിനെക്കുറിച്ച് ലോകത്ത് വളരെ കൂലങ്കഷമായ ചർച്ചകൾ നടക്കുന്നു. ആ സമയത്താണ് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു പച്ച പരമാർത്ഥം വെച്ചുകൊടുത്തത്. നന്നാവണോ നന്നാക്കണോ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അധികാരം കൊണ്ടോ സിംഹാസനങ്ങൾ കൊണ്ടോ പട്ടാളക്കാരെയും പോലീസുകാരെയും ഉപയോഗിച്ചോ അധികാരത്തിന്റെ ദണ്ഡുകൾ കൊണ്ടോ പ്രലോഭനങ്ങൾ കൊണ്ടോ ഒരു തലമുറയെ, ഒരു ജനതയെ നന്നാക്കിയെടുക്കുവാൻ സാധിക്കുകയില്ല എന്നതിന് ലോകം തന്നെ സാക്ഷിയാണ്. പിന്നെ എങ്ങനെയാണ് ഈ തലമുറയെ നന്നാക്കുക? അതിന് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊടുത്ത മറുപടി സർവശക്തനായ പടച്ചിടമ്പുരാനെ കുറിച്ചുള്ള കൃത്യമായ ബോധത്തിൽ മാത്രമേ ഈ സമൂഹത്തിന് മാറ്റമുണ്ടാവുകയുള്ളൂ എന്നതാണ്. അതൊരു വെറും മുദ്രാവാക്യമല്ല, അത് വെറുതെ ഒരു തലക്കെട്ടല്ല. ഈ ലോകത്ത് ആ പരീക്ഷണത്തിന് വിജയമുണ്ടായിട്ടുണ്ട്. ഏറ്റവും വൃത്തികെട്ട ധർമ്മവും നീതിയും എന്താണ് എന്നറിയാതിരുന്ന ഒരു തലമുറയെ മാറ്റിയെടുത്തതിന് ഈ ലോകം സാക്ഷിയാണ്. ആ മാറ്റിയെടുത്ത മരുന്ന് എന്താണോ ആ മരുന്ന് ഈ കാലഘട്ടത്തിലും ഉപയോഗപ്പെടുമെന്നതിന് വർത്തമാനകാല ചരിത്രങ്ങളും സാക്ഷിയാണ്. അതുകൊണ്ട് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ഇത്തരം വേദികൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ വേദിയിൽ കൂടി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ജനങ്ങളെ സൃഷ്ടാവിനെ കുറിച്ചറിയാതെ നിങ്ങളിൽ മാറ്റമുണ്ടാവുകയില്ല. കുറ്റകൃത്യങ്ങളുടെയും അധാർമികതകളുടെയും പേര് പറയുമ്പോ മുസ്ലിം സമുദായത്തിനും ആ തകർന്നുപോയ അവസ്ഥയിൽ നിന്ന്, അധാർമികതയിൽ നിന്ന് മാറി നിൽക്കുവാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലേക്ക് നിയോഗിച്ച ജനവിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ജനങ്ങൾ ഈ ഖുർആനിന്റെ അനുയായികളായ മുസ്ലിങ്ങളാണ് എന്ന് ഖുർആൻ വിളിച്ചു പറയുമ്പോൾ അതങ്ങനെ തന്നെ വിശ്വസിക്കുവാൻ മുസ്ലിങ്ങൾക്ക് പോലും സാധിക്കാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും നല്ല ജനങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ മുസ്ലിങ്ങൾക്ക് പോലും സാധിക്കാത്ത അവസ്ഥ. മറ്റുള്ളവരെ നമുക്ക് മാറ്റി നിർത്താം. ഏതൊരു അധാർമികതയിലും ഏതൊരു വൃത്തികേടുകളിലും മറ്റുള്ളവരെക്കാളേറെ പങ്ക് ഈ സമൂഹത്തിന്റെ മെമ്പർമാർ എന്ന് അവകാശപ്പെടുന്നവർക്കുണ്ട്.
ജനസംഖ്യാനുപാതികമായ സംവരണം ഒരുപക്ഷെ ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്ത ഒരു മേഖല കുറ്റകൃത്യത്തിന്റെ മേഖലയായിരിക്കുമെന്ന് ഇതുപോലുള്ള ഒരു വേദിയിൽ പറയുവാൻ വേദനയുണ്ടെങ്കിലും നമുക്ക് പറയേണ്ടി വരികയാണ്. ഒരു വർത്തമാന പത്രത്തിന്റെ ഒന്നാമത്തെ പേജ് നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. ആ ഒന്നാമത്തെ പേജിൽ ഒരു 4-5 സ്റ്റാമ്പ് സൈസ് ഫോട്ടോകൾ നിങ്ങൾ മനസ്സിൽ കാണുക. എങ്കിൽ ആ ഫോട്ടോയുടെ താഴെയുള്ള പേരുകൾ നിങ്ങൾ വായിച്ചു നോക്കുക. ആ ഫോട്ടോയുടെ തലക്കെട്ട് വായിക്കരുത്, ആ വാർത്തയുടെ തലക്കെട്ട് വായിക്കരുത്. ആ ഫോട്ടോക്ക് താഴെയുള്ള പേരുകൾ മാത്രം വായിക്കുക. ആ പേരുകൾ മുഴുവനും അറബി ചുവയുള്ള, അറബി ഭാഷയുടെ ചുവയുള്ള ഏതെങ്കിലും ഒരു മതവുമായി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട പേരുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അനുമാനിക്കാം ഇത് ഏതെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ടവരുടെ പേരുകളായിരിക്കും. അല്ല, അത് മറ്റുള്ള സഹോദരന്മാരുടെ ഇതര മതസമുദായത്തിൽപ്പെട്ടവരുടെ പേരുകൾ മാത്രമാണെങ്കിൽ നമുക്ക് ഏകദേശം സങ്കല്പിക്കാം അതേതോ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ റാങ്ക് കിട്ടിയവരുടെ പേരുകളായിരിക്കാം. ഏതൊരു വൃത്തികെട്ട വാർത്തകളും ഏതൊരു വൃത്തികെട്ട സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിൽ പിടിക്കപ്പെടുന്ന പ്രതികളുടെ കൂട്ടത്തിൽ ഈ സമൂഹത്തിൽപ്പെട്ടവരുടെ പേരുകളുണ്ട്. ഉത്തമ സമൂഹമെന്ന് വിശേഷിപ്പിച്ച ഒരു സമൂഹമെന്ത് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയത് എന്നതിന്റെ ഉത്തരം തേടുമ്പോഴാണ് ISM പോലെയുള്ള സംഘടനകൾ ഇത്തരമൊരു മുദ്രാവാക്യവുമായി മുന്നോട്ട് വരാനുള്ള കാരണം വ്യക്തമാവുക. എന്താണ് ഇസ്ലാം എന്നറിയാത്ത, ആരാണ് ഇസ്ലാമിന്റെ ദൈവമെന്നറിയാത്ത, എന്താണ് വേദഗ്രന്ഥമെന്നറിയാത്ത, ആരാണ് പ്രവാചകനെന്നറിയാത്ത ഒരു തലമുറ എങ്ങനെയാണ് മുസ്ലിങ്ങളായി മാറുക? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ആരാണ് എന്ന് പഠിപ്പിക്കുന്ന, അള്ളാഹു എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്രോതസ് വിശുദ്ധ ഖുർആനാണ്. 6000 ചില്ലാനം ആയത്തുകളിൽ കൂടി അള്ളാഹു തആല പഠിപ്പിച്ചത് ആരാണ് അള്ളാഹു, എന്താണ് അള്ളാഹു, എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആ വേദഗ്രന്ഥത്തിന്റെ ഒന്നിലേറെ കോപ്പികൾ നമ്മുടെ വീടുകളിലുണ്ട്. ഞാൻ ഈ സദസ്സിലിരിക്കുന്ന എല്ലാ ആളുകൾക്കും വിശുദ്ധ ഖുർആനിന്റെ ഓരോ കോപ്പികൾ വിതരണം ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് അർത്ഥം പറയാൻ സാധിക്കുന്ന ഒരു പേജ് ഒരുപാട് വേണ്ട, നിങ്ങൾക്ക് കൃത്യമായി തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുന്ന ഒരു പേജ് നിങ്ങളെല്ലാവരും മറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടായ കാലം മുതൽ അല്ലെങ്കിൽ 5ാമത്തെ വയസ്സ് മുതൽ നമ്മൾ പഠിക്കുവാൻ തുടങ്ങിയ ആ വിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ പേജിൽ എഴുതിയിരിക്കുന്ന ആയത്തുകളുടെ മുഴുവൻ അർത്ഥമെങ്കിലും അതിന്റെ വിശദീകരണമെങ്കിലും കൃത്യമായിട്ടൊന്ന് പറയുവാൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ ഈ ഒരു സമ്മേളന പന്തലിലുണ്ടാവും? പുറത്തുള്ളവർ പോകട്ടെ, എങ്ങനെയാണ് ഒരാൾക്ക് മുസ്ലിമാവാൻ സാധിക്കുക? ബാപ്പയുടെയും ഉമ്മയുടെയും പേര് മുസ്ലിം ആയതുകൊണ്ട് അവർക്ക് പിറക്കുന്ന മക്കൾ മുസ്ലിമാകുമെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? സംഘടനകളിൽ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ആ സംഘടനയിലുള്ളവരൊക്കെ മുസ്ലിങ്ങളാകുമെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? മുദ്രാവാക്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായതുകൊണ്ട് ആ മുദ്രാവാക്യത്തിന് വേണ്ടി മുഷ്ടി ചുരുട്ടുന്നവരൊക്കെയും മുസ്ലിങ്ങളാകുമെന്ന് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു പ്രത്യേകമായ ഭാഷ സംസാരിച്ചതുകൊണ്ട്, ഒരു പ്രത്യേകമായ വേഷം ധരിച്ചതുകൊണ്ട്, ഒരു പ്രത്യേകമായ ജീവിത രീതി സ്വീകരിച്ചതുകൊണ്ട് അവരൊക്കെയും മുസ്ലിങ്ങളാകുമെന്ന് നമ്മുടെ മതം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പേര് അറബിയിലായതുകൊണ്ട്, നാട് അറേബ്യയിലായതുകൊണ്ട്, സംസാരം അറബിയായതുകൊണ്ട് അവരൊക്കെയും മുസ്ലിമാണ് എന്ന് നമ്മുടെ മതം എവിടെയെങ്കിലും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണിത്. എന്താണ് ഇസ്ലാം എന്നറിയാത്ത, എന്താണ് മുസ്ലിം എന്നറിയാത്ത, ആരാണ് പടച്ച തമ്പുരാൻ എന്നറിയാത്ത, എന്താണ് ഖുർആൻ എന്നറിയാത്ത, ആരാണ് മുഹമ്മദ് നബി എന്നറിയാത്ത, ജീവിതത്തിന്റെ ലക്ഷ്യമായ പരലോകം എന്താണ് എന്നറിയാത്ത ഒരു ജനക്കൂട്ടം വളർന്നുകൊണ്ടിരിക്കുന്നു. താല്പര്യമില്ല, പഠിക്കുവാൻ ആർക്കും താല്പര്യമില്ലല്ലോ. ഒരു പ്രസംഗത്തിന് വന്നാൽ, വെള്ളിയാഴ്ച ഖുത്ബക്ക് വന്നാൽ ആർക്കും വേണ്ടത് വിവരമല്ല, ആർക്കും വേണ്ടത് വിജ്ഞാനമല്ല. ആ പ്രസംഗം തീരുന്നത് വരെ ആ ശബ്ദമല്ലാതെ വേറെ ഒരു ശബ്ദവും കേട്ടുകൂടാ. നല്ല വെടിക്കെട്ട് പ്രസംഗമാവണം അല്ലേ? എല്ലാവർക്കും അതാണ് ആവശ്യം. ഒരു വിവരമുള്ള വിഷയത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് ഒരു പ്രഭാഷണമുണ്ട്, തൗഹീദിനെ കുറിച്ച് ഒരു പ്രഭാഷണമുണ്ട്, പ്രവാചകനെ കുറിച്ച് ഒരു പ്രഭാഷണമുണ്ട്. അത് കേൾക്കാൻ താല്പര്യമില്ല.
അതിന് സദസ്സുകളില്ല, അതിന് കേൾക്കാൻ ആളുകളില്ല. എല്ലാവർക്കും വേണ്ടത് മറ്റെന്തൊക്കെയോ ശബ്ദങ്ങളും കോലാഹലങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടും ഒരുപാട് സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടും ഒരുപാട് കേൾക്കുകയും കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടും എന്താണ് മതമെന്ന് ഒരുപാട് പറയുവാൻ സാധിക്കുന്നില്ല. ഒരു വെള്ളക്കടലാസും ഒരു പേനയും പെൻസിലും ഒരാളുടെ കയ്യിലേൽപ്പിച്ച് നിങ്ങളുടെ മതത്തെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ഈ പേപ്പറിൽ എഴുതണമെന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് അവരിങ്ങനെ ആലോചിക്കും, ഇനിയിപ്പോ ഞാൻ എന്താ എഴുതുക? കഴിഞ്ഞു. മദ്രസയിലെ പ്രാഥമികമായ പാഠപുസ്തകങ്ങളിൽ നിന്ന് അവന്റെ മതത്തിനെ കുറിച്ച് പഠിച്ച അറിവല്ലാതെ ജീവിതത്തിൽ മതത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ അവൻ സമയം കണ്ടെത്തിയിട്ടില്ല. വളരെ വിശാലമാണ് ഈ വിഷയം. എനിക്ക് മുമ്പിലുള്ള സമയം വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മടങ്ങി വരികയാണ്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകത, മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങിയവൻ എന്നാകുന്നു ആ പദത്തിന്റെ അർത്ഥം. കീഴൊതുങ്ങിയവൻ. ആർക്ക് കീഴൊതുങ്ങിയവൻ? പോലീസിന് കീഴൊതുങ്ങിയവനോ രാജ്യത്തിന്റെ പട്ടാളത്തിന് കീഴൊതുങ്ങിയവനോ അല്ല. സർവശക്തനായ പടച്ചിടമ്പുരാന് കീഴൊതുങ്ങിയവൻ എന്നാകുന്നു അതിന്റെ അർത്ഥം. എന്താണോ പടച്ചിടമ്പുരാൻ നിർബന്ധമായും പ്രവർത്തിക്കുവാൻ പറഞ്ഞത് ആ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും എന്താണോ വിശ്വസിക്കുവാൻ കൽപ്പിച്ചത് ആ കാര്യങ്ങൾ വിശ്വസിക്കുകയും എന്താണോ ഉപേക്ഷിക്കുവാൻ കൽപ്പിച്ചത് ആ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഒരുത്തൻ ജീവിക്കുമ്പോൾ അവനാകുന്നു മുസ്ലിം. ഇസ്ലാം എന്താണ് എന്നറിയാത്ത ഒരുത്തന് പൂർണ്ണമായിട്ട് മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരമുസ്ലിമിനെയും വേർതിരിച്ചറിയാനുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസം അതവന്റെ താടിയല്ല, അവന്റെ മുടിയുടെ രൂപമല്ല, അവന്റെ കുപ്പായത്തിന്റെ നിറമല്ല, അവനെ വിളിക്കുന്ന പേരല്ല, അവന്റെ മാതാപിതാക്കളുടെ ജാതിയല്ല, അവന്റെ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയ അവന്റെ ജാതി പേരുമല്ല. ഇതൊന്നും ഒരാളെ മുസ്ലിമാക്കൂല. പ്രവാചകൻ പറഞ്ഞു അസ്വലാത്ത്. ആ വ്യത്യാസം എന്ന് പറയുന്നത് അസ്വലാത്ത് നമസ്കാരമാണ്. ആരാണോ നമസ്കരിക്കുന്നത് അവൻ മുസ്ലിമാകുന്നു, ആരാണോ നമസ്കരിക്കാത്തത് അവൻ കാഫിറാകുന്നു എന്ന് മതം പഠിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മതം എന്ന് പറയുന്നത് ഒരാവേശമല്ല, മതം എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യമല്ല, മതം എന്ന് പറയുന്നത് എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകളല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അത് അപ്പാടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അതിന് അറിയണം. സർവശക്തനായ പടച്ചിടമ്പുരാനെ അറിഞ്ഞുകൊണ്ട് ആ റബ്ബാരാണ് എന്ന് മനസ്സിലാക്കി ആ റബ്ബ് എങ്ങനെയുള്ളവനാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരുത്തനു മാത്രമേ ആ യഥാർത്ഥമായ ഇസ്ലാമിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കഴിയില്ല. അത് അന്ധമായ ഒരു വിശ്വാസമായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എല്ലാ ദിവസവും അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു വ്യക്തി എന്നെ കാണാൻ ശ്രമിച്ചു. അയാൾ എപ്പോഴും എന്നെ കണ്ട ചിരിക്കും, ഒരു പ്രത്യേക വാത്സല്യത്തോടുകൂടി. പക്ഷെ എനിക്ക് അയാളെ ഇഷ്ടമല്ല. അയാൾ ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അയാളുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കും. അയാൾ എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ മറ്റാരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കും. എനിക്ക് അയാളെ കാണുന്നതോ അയാൾ എന്നോട് സംസാരിക്കുന്നതോ അയാൾ എന്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. എനിക്ക് അയാളൊരു വെറുപ്പാണ്. കുറെ ദിവസങ്ങൾ അങ്ങനെ തുടർന്നു. വെറുപ്പോടുകൂടി ഞാൻ ആ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കാൻ എപ്പോഴും ശ്രമിച്ചു. പക്ഷെ അയാളാവട്ടെ ഒരു പ്രത്യേക വാത്സല്യത്തോടുകൂടി ഏത് സമയത്തും പുഞ്ചിരിയോടുകൂടി അയാൾ എന്നെ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അയാളെ അവഗണിച്ചു. ഒരിക്കൽ ഞാനും എന്റെ മാതാവും കൂടി ആ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ അയാൾ എന്റെ ഉമ്മയുടെ അടുത്തേക്ക് വന്നു. എനിക്ക് അയാളെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മാറി നിന്നു. അയാളും എന്റെ ഉമ്മയും ഒരുപാട് സംസാരിച്ചു. എന്റെ ഉമ്മ തന്റെ തട്ടത്തിന്റെ തല കൊണ്ട് കണ്ണു തുറക്കുന്നത് പല പ്രാവശ്യം ഞാൻ കണ്ടു. എന്തേ അയാൾ എന്റെ ഉമ്മയെ കരയിപ്പിച്ചത്? ഞാൻ എന്റെ ഉമ്മയുടെ അടുത്തേക്ക് വന്നു. എന്തു പറ്റി? ഉമ്മ എന്നോട് ചോദിച്ചു, ഈ മനുഷ്യനെ നിനക്കറിയുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ അയാളെ എന്നും കാണാറുണ്ട്, പക്ഷെ എനിക്ക് അയാളെ ഇഷ്ടമല്ല. ഞാൻ അയാളെ ശ്രദ്ധിക്കാറില്ല. അയാൾ അപ്പോഴും നിശബ്ദനായി നിന്നു. ഉമ്മ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു കാലത്ത് നമ്മുടെ വീടിന്റെ തണലായിരുന്നു. പട്ടിണി കിടന്നുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവർ മരിക്കാതിരുന്നത് ഒരു കാലത്ത് ഈ മനുഷ്യന്റെ ദയ കൊണ്ടായിരുന്നു. ചോർന്നൊലിക്കുന്ന നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ ഗതിയില്ലാത്ത ഒരു കാലത്ത് നമുക്ക് ഉറങ്ങുവാൻ വേണ്ടി ചോരാത്ത ഒരു വീട് തന്നത് ഈ മനുഷ്യന്റെ കാരുണ്യമാകുന്നു. നീ അടക്കമുള്ള നമ്മുടെ വീട്ടിലെ മക്കൾ പാഠപുസ്തകവുമായി പാഠശാലയിലേക്ക് പോയത് ഈ വലിയ മനുഷ്യന്റെ കാരുണ്യം കൊണ്ടായിരുന്നു. പരിചയപ്പെടുത്തിയപ്പോ ഉമ്മ വിതുമ്പി. എനിക്ക് വല്ലാത്ത ഒരു എന്തൊക്കെയോ സംഭവിച്ചതുപോലെ കാലിന്റെ അടിയിൽ നിന്ന് ഒരു തരിപ്പ്. ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത ഒരു കുറ്റബോധത്തോടു കൂടി അയാളുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം.
ഇന്ന് വരെ അയാളോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ഞാൻ അന്ന് അയാളോട് ദീർഘമായി സംസാരിച്ചു. പിറ്റേ ദിവസം ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ വന്നപ്പോ ഞാൻ തെരഞ്ഞു. ഇന്നലെ വരെ എന്നെ തെരഞ്ഞു വന്നിരുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചത് എങ്കിൽ ഇന്ന് ഞാൻ അയാളെ തെരഞ്ഞു. എവിടെ അയാൾ? ഞാൻ അയാളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു, സലാം പറഞ്ഞു. ഞാൻ അയാളോട് ഒരുപാട് സംസാരിച്ചു. എന്തേ കാരണം? ഇന്നലെ വരെ എനിക്ക് അയാളെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ ബഹുമാനിക്കുവാനോ അയാളെ സ്നേഹിക്കുവാനോ അയാളെ സുഹൃത്തായി കാണുവാനോ അയാളോട് സംസാരിക്കുവാനോ എനിക്ക് താല്പര്യമില്ലായിരുന്നു, എനിക്ക് വെറുപ്പായിരുന്നു. പക്ഷേ ഇന്ന് അയാൾ ആരാണ് എന്നും എനിക്ക് വേണ്ടി അയാൾ എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നും ഞാൻ മനസ്സിലാക്കിയപ്പോൾ അയാൾ എന്റെ മനസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദര, അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അള്ളാഹുവിന്റെ വാക്കുകൾ, അള്ളാഹുവിന്റെ വാക്തത്വങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ പരിചയപ്പെടുത്തലുകൾ അതെന്താണ് എന്ന് ബോധ്യമാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത് വളരെ വലുതായിരിക്കും. ഞാനൊരു സംഭവം പറയാം. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പള്ളികൾ ഉണ്ടാവാറുണ്ട്. ഒരു പള്ളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം അറബി തട്ടമിട്ട ഏതെങ്കിലും ഒരു അറബിയുടെ ചിത്രമായിരിക്കും. അയാളുടെ പണം കിട്ടും, അയാളുടെ പണം കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കണം. ഞാനൊക്കെ പണ്ട് മനസ്സിലാക്കിയത് അറബികളുടെ പൂത്ത പണം, പാത്തുവെക്കാൻ സ്ഥലമില്ലാത്ത അവരുടെ പൂത്ത പണമാണ് നമ്മുടെ നാട്ടിലെ പള്ളികളായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു എന്റെ എല്ലാം മനസ്സിലിരിപ്പ്. ആ മനസ്സിലിരിപ്പ് മാറ്റിയ ഒരു സംഭവം എന്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ ജോലി ചെയ്തിരുന്നത് സൗദി അറേബ്യയിലെ യാംബു എന്ന് പറഞ്ഞ പ്രദേശത്തായിരുന്നു. എന്റെ ഓഫീസിന്റെ അടുത്ത് ഒരു ചെറിയ നിസ്കാര പള്ളിയുണ്ട്. ആ നിസ്കാര പള്ളിയിലേക്ക് ഒരു അറബിയും അദ്ദേഹത്തിന്റെ 4-5 മക്കളും ഇടക്കിടക്ക് കയറി വരാറുണ്ട്. പൊളിഞ്ഞു വീഴാറായ ഒരു കാറ്, ഒരു നിസ്സാന്റെ പഴയ വണ്ടി, അത് കയറുകൊണ്ടൊക്കെ കെട്ടി മുറുക്കി വെച്ച ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ 4-5 മക്കള് അയാളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. മുഷിഞ്ഞ വസ്ത്രമുള്ള ചെറിയ ചെറിയ കുട്ടികൾ. അയാളാവട്ടെ എപ്പോഴും ചെളിപുരണ്ട വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആ പള്ളിയിലേക്ക് വരാറ്. സാധുവായ ഒരു മനുഷ്യൻ, കണ്ടാൽ തന്നെ പാവം തോന്നുന്ന ഒരു മനുഷ്യൻ. ഒരു ദിവസം അയാൾ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, സംസാരിച്ചു. അയാൾ എന്റെ കയ്യിലേക്ക് ഒരല്പം ഒരു ചെറിയ പണത്തിന്റെ റിയാലുകളുടെ ഒരു ചെറിയ കെട്ട് അയാൾ എന്റെ മേശയിൽ വെച്ചു. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ ജോലിയിൽ നിന്നും വിരമിച്ചു. അയാളൊരു സ്കൂളിലെ അടിച്ചുവാരുന്ന തൂപ്പുകാരനായിരുന്നു. അയാൾക്ക് പ്രായമായപ്പോ അയാൾ ആ ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സന്തോഷമായി, ഇനി കുടുംബത്തോടുകൂടി സുന്ദരമായി ജീവിച്ചു കൊള്ളുക. അയാൾ ഈ പണത്തിന്റെ നോട്ടിന്റെ കെട്ട് എന്റെ മുമ്പിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഈ പണം കൊണ്ട് ഇത് ഞാൻ ജോലിയിൽ നിന്ന് പിരിഞ്ഞപ്പോ സർക്കാർ എനിക്ക് തന്ന ആനുകൂല്യമാണ് ഈ പണം. ഞാനത് എണ്ണി നോക്കി. 30,000 ചില്ലാനം റിയാലുകളുണ്ട്. 30,000 ചില്ലാനം നമ്മുടെ നാട്ടിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കണക്ക് പ്രകാരം 4 ലക്ഷം രൂപ തികയുവാൻ ഇത്തിരി കുറവുണ്ടാവും. ഞാൻ അയാളോട് പറഞ്ഞു, ഇതാ ഈ പണം കൊണ്ടുപോയിട്ട് നിന്റെ കുട്ടികൾക്കൊക്കെ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്ത് ഒരു നല്ല കാറൊക്കെ വാങ്ങി ഒന്ന് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. പക്ഷെ അയാൾ എന്നോട് പറഞ്ഞു, ഈ പണം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കണം. നിങ്ങളുടെ നാട്ടിൽ ഈ പണം കൊണ്ടൊരു പള്ളി ഉണ്ടാക്കണം. ഞാൻ അയാളോട് പറഞ്ഞു, 4 ലക്ഷത്തിൽ താഴെ രൂപയായിരിക്കും ഞങ്ങളുടെ നാട്ടിലെത്തിയാൽ നീ തന്ന ഈ പണത്തിന്റെ മൂല്യം. ആ പണം കൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കാനുള്ള സ്ഥലം പോലും ഞങ്ങളുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടൂല. പിന്നെ അത്ര പ്രയാസപ്പെട്ട് പള്ളി ഉണ്ടാക്കേണ്ട ഒരു നാടല്ല ഞങ്ങളുടെ നാട്. അവിടെ യഥേഷ്ടം പള്ളികളുണ്ട്. നിസ്കരിക്കാൻ ആളില്ലാത്ത കുറവേ ഉള്ളൂ, പള്ളികൾക്ക് വല്ലാത്ത കുറവൊന്നുമില്ല. അതുകൊണ്ട് ഈ പണം കൊണ്ട് നീ നിന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് നീ ഒന്ന് നന്നായി ജീവിക്കാൻ നോക്ക്. അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി, പൊട്ടിപ്പൊളിഞ്ഞ ഈ കാറൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ജീവിക്കാൻ നോക്ക്. അയാളുടെ കണ്ണ് നിറഞ്ഞു. അയാൾ എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. എന്നിട്ട് അയാൾ എന്നോട് പറയാ, എന്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ അയാളുടെ വീട് കണ്ടിട്ടുണ്ട്. പച്ചയായ മണ്ണ് കൊണ്ട് പണിത ഒരു ചെറിയ മൺകുടിലാണ് അയാളുടെ വീട്. ടൗണിൽ നിന്ന് ഒരല്പം ദൂരെയാണ് അയാളുടെ വീട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ പറഞ്ഞു, ഇന്ന് എനിക്കൊരു വീടുണ്ട്. ആ വീട് എന്റെ സ്വന്തം വീടാ. പക്ഷേ ഇന്നോ നാളെയോ മറ്റന്നാളോ ഞാൻ മരിച്ചാൽ എന്റെ ശ്വാസോച്ഛ്വാസം നിലച്ചു കഴിഞ്ഞാൽ, എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം നിന്നു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചാൽ ഞാൻ വീടില്ലാത്തവനാകും. ആരതാണ് ഈ വീട്? അത് നമ്മളെ മോമാക്കാന്റെ വീടാണ്. ആ മോമാക്കാന്റെ വീടാലേ. ആ മോമാക്കൻ ഉച്ചക്ക് മരിച്ചു വെക്കുക. നാളെ ഇന്നേരം നമ്മൾ ചോദിക്കുക, അല്ല ഇതാരുടെ വീട്? അത് നമ്മളെ മോമാക്കാന്റെ കുട്ടികളെ വീടാണ്. ഇത്ര എളുപ്പം പറയുന്നത്. 24 മണിക്കൂർ കൊണ്ട് വീടിന്റെ ഓണർഷിപ്പ് മാറി. ഇന്നലെ വീട് മുഹമ്മദ് ആക്കാൻ്റെതായിരുന്നു, ഇന്ന് ആ വീട് മുഹമ്മദ് ആക്കാന്റെ കുട്ടികളുടെ വീടായി മാറി. അല്ലേ? അയാൾ പറയാ, ഇന്നെനിക്കൊരു വീടുണ്ട്, പക്ഷേ എന്റെ കണ്ണ് ചിന്തിയാൽ നാളെ ഞാൻ വീടില്ലാത്തവനാകും. അങ്ങനെ വീടില്ലാത്തവനാവാൻ എനിക്കിഷ്ടമല്ല. എന്റെ കണ്ണ് ചിന്തിയാലും എനിക്കൊരു വീട് വേണം.
എന്റെ കണ്ണ് ചിമ്പിയാലും എനിക്കൊരു വീട് വേണം. ഞാൻ പകച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ എന്താണ് അർത്ഥമാക്കുന്നത്? അയാൾ എന്നോട് പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടത്രേ, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, മൻ ബനാ മസ്ജിദൻ ഫിൽ അർളി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഭൂമിയിൽ ഒരു പള്ളി ഉണ്ടാക്കിയാൽ അല്ലാഹു തആല അവനു വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് സാധുവായ മനുഷ്യൻ കേട്ടിട്ടുണ്ട്, അത് വിശ്വസിച്ചിട്ടുണ്ട്, അത് സത്യമാണ് എന്ന് അയാൾ വിശ്വസിച്ചിട്ടുണ്ട്. ഞാൻ മരിച്ചെന്നാൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് കിട്ടുമെന്ന ദൃഢമായ വിശ്വാസം ആ മനുഷ്യന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളുടെ പ്രവർത്തനത്തിന്റെ അവശേഷിക്കുന്ന ഭാഗം ജീവിക്കുവാൻ അവന്റെ ഗവൺമെന്റ് അവന് കൊടുത്ത തുച്ഛമായ ആ സംഖ്യ കൊണ്ട് സുഖമായി ജീവിക്കുന്നതിന് പകരം അതുകൊണ്ട് നാളേക്ക് വേണ്ടി സ്വർഗത്തിൽ തനിക്കൊരു വീടുണ്ടാക്കണം എന്ന ആഗ്രഹത്തോടുകൂടി എന്റെ മുമ്പിൽ നിൽക്കുന്ന ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അയാളുടെ ഈമാൻ, സാധുവായ ആ മനുഷ്യന്റെ ഈമാൻ എവിടെയാണ്, നമ്മുടെ ഈമാൻ എവിടെയാണ് എന്ന് ഒരു നിമിഷം ചിന്തിക്കേണ്ട അവസ്ഥയുണ്ടായി. സുഹൃത്തെ, എന്തേ അയാളെ അത്തരമൊരു പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചത്? എന്തേ നമുക്ക് അത്തരമൊരു പ്രവർത്തനം കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് വിശ്വാസത്തിന്റെ മാറ്റമാണ്. അള്ളാഹു ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ആ അള്ളാഹുവിനെ കൃത്യമായി മനസ്സിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമേ അള്ളാഹുവിന്റെ കൽപ്പനകളെ കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തുവാനും ആ പ്രവർത്തനം അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതാവണം നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ അജണ്ട. ഏത് കാലത്ത് 4 കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തിയുടെ വിശ്വാസം പൂർണ്ണമാവുക, അയാൾ ഒരു മുസ്ലിം ആവുക എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തേതായിട്ട് പഠിപ്പിച്ചത് അറിവാണ്. ആരാണ് റബ്ബ്, എന്താണ് ഇസ്ലാം, ആരാണ് മുഹമ്മദ് നബി, എന്താണ് ഖുർആൻ, എന്താണ് പരലോകം, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ആ വ്യക്തിക്കുണ്ടാവേണ്ട അറിവ്, ആ അറിഞ്ഞതിനുള്ള അവന്റെ വിശ്വാസം, അതാണ് ഒന്നാമത്തെ കാര്യം, അറിവ്. ഞാൻ എന്തിന് ഈ മതത്തിൽ ജീവിക്കണമെന്ന് അവന് കൃത്യമായ അറിവുണ്ടാവണം. രണ്ടാമത്തേത്, തനിക്ക് ലഭിച്ച അറിവുകൾ ജീവിതത്തിന്റെ ഭാഗമാവണം, അതവന്റെ പ്രാവർത്തിക പദങ്ങളിൽ ഉണ്ടാവണം. മൂന്നാമത്തേത്, താൻ മനസ്സിലാക്കിയ, താൻ പ്രവർത്തിക്കുന്ന ആ സത്യങ്ങൾ അത് കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് അവൻ പറഞ്ഞു കൊടുക്കണം. നാലാമത്തേത്, ഈ 3 കാര്യങ്ങളും നിർവഹിക്കുന്നതിൽ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുന്നുവോ ആ പ്രയാസങ്ങളൊക്കെയും അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടി ക്ഷമയോടുകൂടി അവൻ ഏറ്റെടുക്കണം. അറിവ്, പ്രവർത്തനം, പ്രബോധനം, ക്ഷമ, ഈ 4 കാര്യങ്ങൾ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലാണോ ഉള്ളത് അവനായിരിക്കും ഒരു പരിപൂർണ്ണ മുസ്ലിമെന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമുദായമാകുന്നു നമ്മൾ. സങ്കടകരമാണ് നമ്മുടെ അവസ്ഥ. അടിസ്ഥാനപരമായി എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത, അള്ളാഹു ആരാണ്, റബ്ബിനെ അറിയുക എന്നതാണ് എന്റെ വിഷയത്തിന്റെ തലക്കെട്ടായി തന്നത്. എനിക്ക് കിട്ടിയ സമയം 45 മിനിറ്റും ഈ 45 മിനിറ്റ് കൊണ്ട് റബ്ബാരാണ് എന്ന് ചുരുക്കി പറയുവാൻ പോലും എന്റെ മുമ്പിൽ സമയമില്ല. പക്ഷേ റബ്ബാരാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആരാണ് നമ്മുടെ റബ്ബ്? ആ റബ്ബിന്റെ കൽപ്പനകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുക? രാവിലെ സുബൈക്ക് ഒരാളോട് ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കാൻ രാവിലെ പള്ളിയിൽ വരുന്നില്ലല്ലോ, രാവിലെ സുബൈ നിസ്കരിക്കാൻ നിങ്ങളുടെ പള്ളിയിൽ കാണുന്നില്ലല്ലോ. അപ്പൊ അയാൾ പറഞ്ഞു, മൗലവിന്റെ വീട് കണ്ടിക്കണോ? ഞാൻ പറഞ്ഞു, ഞങ്ങളെ വീട് കണ്ടിട്ടില്ല. അയാൾ പറഞ്ഞു, എന്റെ വീട് പള്ളിയിൽ നിന്ന് കുറേ ദൂരെ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? അയാൾ പറഞ്ഞു, നന്നായി നടന്നാൽ ഒരു 15 മിനിറ്റ് നടക്കണം എന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലെത്താൻ. 15 മിനിറ്റ് നടക്കണം. ഞാൻ അയാളോട് പറഞ്ഞു, 15 മിനിറ്റല്ലേ ഉള്ളൂ, രാവിലെ ഒന്ന് നടന്നൂടെ? അയാൾ പറഞ്ഞു, അതൊന്നും എല്ലാ ദിവസവും രാവിലെ 15 മിനിറ്റ് ഒക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളാം. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കാറ്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ കണ്ടു. ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് പള്ളിയുടെ മുമ്പിൽ കൂടി അയാൾ വളരെ വേഗത്തിൽ എങ്ങോട്ടോ നടന്നു പോകുന്നു, കൈകളൊക്കെ വീശിക്കൊണ്ട്. അയാൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല എങ്ങോട്ടാ പോയത്? അപ്പൊ അയാൾ പറഞ്ഞു, മൗലവി ഒന്നും അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അയാൾ പറഞ്ഞു, ഒരു നെഞ്ഞുവേദന ഉണ്ടായി, അത് മറ്റേ വേദനയായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, പ്രത്യേകിച്ച് മരുന്നും ചികിത്സയൊക്കെ ഉണ്ട്, രാവിലെ ഒരു അരമണിക്കൂർ നടക്കും വേണം എന്ന് ഡോക്ടർ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, രാവിലെ ഈ തണുപ്പത്ത് അരമണിക്കൂറൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി കടുപ്പല്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, അരമണിക്കൂറൊക്കെ നടക്കുക പറഞ്ഞാൽ ഈസിയാ, അരമണിക്കൂറൊക്കെ 10 മിനിറ്റ് കൊണ്ട് കഴിയും, രാവിലെ ഇങ്ങനെ നടക്കുക എന്തോ ഒരു സുഖാണ് അല്ലേ?
10-15 മിനിറ്റ് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വന്ന് റബ്ബിന് വേണ്ടി ഒരു 5 മിനിറ്റ് നമസ്കരിക്കുവാൻ സമയം ചോദിച്ചപ്പോൾ അത് ദൂരമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ നാട്ടിലെ അയാളെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, രാവിലെ അരമണിക്കൂർ നടന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അപകടത്തിലാവുമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ വാക്കുകളെക്കാളേറെ ആ ഡോക്ടറുടെ വാക്കുകൾക്ക് വില കൊടുക്കുവാനും വിലമതിക്കുവാനും ആ മനുഷ്യൻ അങ്ങനെ പ്രവർത്തിക്കുവാനുള്ള കാരണം റബ്ബിനെ കുറിച്ചുള്ള അയാളുടെ അജ്ഞതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഇതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത്. നിസ്കരിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച പോലും പള്ളിയിലേക്ക് ഒന്നാമതായിട്ട് കടന്നു വന്നാൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മുടെ മതം നമുക്ക് പഠിപ്പിച്ചു തന്നു. പക്ഷെ നമ്മൾ വരൂലല്ലോ. എത്ര ഒഴിവുണ്ടെങ്കിലും പള്ളിന്റെ പുറത്ത് പീഡിയക്കോലായിൽ പെട്ടിക്കടയുടെ പെട്ടിയിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ബാങ്ക് കൊടുക്കുന്ന സമയം വരെ നമ്മളിങ്ങനെ ചവിട്ടിപ്പിടിച്ച് കാത്തുക്കും. വേറെ പണി ഉണ്ടായിട്ടല്ല. എന്താപ്പം നേരത്തെ പള്ളിയിൽ പോയിട്ട് അഥവാ ഇഖാമത്ത് കൊടുക്കുന്നതിന് 2 മിനിറ്റ് മുമ്പെങ്ങാനും നേരത്തെ പള്ളിയിലെത്തിയാലോ വാച്ചുക്ക് നോക്കും, പള്ളിന്റെ ചുമരുമുള്ള നിസ്കാരത്തിന്റെ സമയം എഴുതിയ ബോർഡിലേക്ക് നോക്കും, പിന്നെ മുഅദ്ദിന്റെ മുഖത്തേക്ക് നോക്കും. എന്താ കൊടുക്കാത്ത? 12:33 ആയല്ലോ, 34 ആയല്ലോ, പ്രൈവറ്റ് ബസിന്റെ സമയം പറയണമായിരിക്കാം. എന്തോ ഒരു തിരക്കാണ് നിങ്ങൾ. കുറച്ചു നേരം ആ പള്ളിയിൽ ഇരുന്നാൽ അല്ലാഹു തആല നമുക്ക് തരാമെന്ന് പറഞ്ഞ ആ പ്രതിഫലം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയം പോലുമില്ല. കിട്ടൂലെന്ന് ഉറപ്പായ നമുക്ക്. ആ രൂപത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വരാറുള്ളത്. അള്ളാഹുവിനെ സ്നേഹിക്കുവാൻ ഈ ലോകത്ത് മറ്റാരെക്കാളേറെ നീ സ്നേഹിക്കേണ്ടത് നിന്റെ റബ്ബിനെയാണ് എന്ന് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവും അവന്റെ പ്രവാചകനുമാണ് ഈ ലോകത്ത് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകേണ്ടത് എന്ന് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു വെള്ളക്കടലാസും ഒരു കടലാസ് പെൻസിലുമായി 1, 2, 3 എന്ന് നമ്പർ ഇട്ടുകൊണ്ട് നമ്മൾ എഴുതുക, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്, 1, 2, 3 എന്ന് സത്യസന്ധമായിട്ട് എഴുതുക. എത്രാമത്തെ നമ്പറിലാണ് അള്ളാഹുവിന്റെ പേരെഴുതാൻ, അവന്റെ പ്രവാചകന്റെ പേരെഴുതുവാൻ നമുക്ക് സാധിക്കുക? എന്തേ കാരണം? ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ കണ്ണിനൊരു അസുഖമുണ്ടായി. ആ കണ്ണിന്റെ അസുഖം ഒരു പക്ഷേ നമ്മുടെ കാഴ്ചയെ തന്നെ ബാധിക്കുമെന്ന് നമ്മൾക്ക് പേടിയുണ്ടായി. ആ അസുഖം ഒരു ഡോക്ടർ മാറ്റി തന്നാൽ ആ ഡോക്ടറെ കുറിച്ച് ബഹുമാനവും ആദരവും ഏതു സമയത്തും നമ്മുടെ മനസ്സിലുണ്ടാവും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തലയിലെ മൂർത്താവിലെ മുടി മുതൽ കാലിന്റെ പെരുവിരലിന്റെ നഖം വരെ നമുക്ക് വേണ്ടി സൗജന്യമായി ചെയ്തു തന്ന ആ പടച്ചുതമ്പുരാനെ ഓർമ്മിക്കുവാനോ ആ പടച്ചുതമ്പുരാനോട് നന്ദി കാണിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നത് നമ്മുടെ അജ്ഞതയുടെ ഏറ്റവും വലിയ അടയാളമായി നമ്മുടെ മുമ്പിൽ ബാക്കിയായി കിടക്കുന്നുല്ലേ? ഏറ്റവുമേറെ സ്നേഹിക്കേണ്ടത് പടച്ചുതമ്പുരാനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയിരിക്കുന്നു. സഹോദര, ഈ ദുന്യാവിൽ നമ്മളെ ഏറ്റവുമേറെ സ്നേഹിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് ഉമ്മ എന്ന മറുപടി ഉണ്ടാവാം, ബാപ്പ എന്ന മറുപടി ഉണ്ടാവാം, ഭാര്യ എന്ന മറുപടി ഉണ്ടാവാം, മക്കൾ എന്ന മറുപടി ഉണ്ടാവാം, സുഹൃത്തുക്കൾ എന്ന മറുപടി ഉണ്ടാവാം. എന്നാൽ അജ്ഞതയിൽ നിന്നാണ് ഈ മറുപടികളൊക്കെ ഉണ്ടായത്. ഈ ലോകത്ത് ഇത്രയേറെ നമ്മളെ സ്നേഹിച്ച പടച്ചുതമ്പുരാനേക്കാളേറെ മറ്റാരെങ്കിലും ഈ ലോകത്ത് നമ്മെ സ്നേഹിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അതിമനോഹരമായ ഒരു സന്ദർഭത്തെ ഉദാഹരിച്ചുകൊണ്ട് ഈ സത്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരു യുദ്ധം നടക്കുന്നു, രൂക്ഷമായ യുദ്ധത്തിന്റെ എല്ലാ കോലോഹലങ്ങളും, വല്ലലും വെട്ടലുകളും, കരച്ചിലുകളും, ഏങ്ങലുകളും, അട്ടഹാസങ്ങളും, കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും ആക്രോശങ്ങളും, വാളിന്റെയും പരിചയുടെയും ഏറ്റുമുട്ടുന്ന ശബ്ദങ്ങളും എല്ലാമുള്ള ഒരു യുദ്ധഭൂമി. ആ യുദ്ധഭൂമിയിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരുമൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്നു. രൂക്ഷമായ യുദ്ധം നടക്കുന്ന ഒരു യുദ്ധഭൂമി. ആ യുദ്ധഭൂമിയിൽ നിന്ന് ഓടിപ്പോയ ഒരു സ്ത്രീ തിരിച്ച് യുദ്ധഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. എന്തിനാണ് അവർ വന്നത്? ആ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ആ ഭൂമിയിലേക്ക് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് സ്ത്രീ മടങ്ങി വന്നത്? മറ്റൊന്നിനുമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോ ആ ബേജാറിന് തന്റെ ചെറിയ കുട്ടിയെ ശ്രദ്ധിക്കാൻ മറന്നുപോയി. ബേജാറിൽ ഓടിയതാ, കുട്ടി എവിടെ നോക്കിയില്ല. യുദ്ധത്തിന്റെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് ഓടിയത്. പെട്ടെന്ന് ഓർമ്മ വന്നു, കുട്ടി കൂടെയില്ല. ആ സ്ത്രീ അന്വേഷിച്ചു, എവിടെ എന്റെ കുട്ടി? കുട്ടി കൂടെയില്ല. അവൾ തിരിച്ചു വന്നു യുദ്ധഭൂമിയിലേക്ക്. തന്റെ വീടിൽ വാളുകൾക്ക് കീഴെ കുറ്റിക്കാടുകളിലും പാറക്കെട്ടുകൾക്ക് പിന്നിലും കുണ്ടിലും കുഴിയിലുമൊക്കെ ആ സ്ത്രീ തന്റെ കുട്ടിയെ തെരഞ്ഞു. കിട്ടിയില്ല കുട്ടിയെ. ആ സ്ത്രീ ഭ്രാന്തിയെ പോലെയായി. യുദ്ധഭൂമിയിൽ തന്റെ കുട്ടിക്ക് വേണ്ടി ഒരു ഭ്രാന്തിയെ പോലെ ആ സ്ത്രീ ഓടി നടന്നു. അവസാനം പ്രതീക്ഷയുടെയും അപ്പുറത്ത് നിന്ന് ആ സ്ത്രീയുടെ കുട്ടി എവിടെ നിന്നോ ഓടി വന്നു. സ്വന്തം മാതാവിനെ കണ്ട കുട്ടി കെട്ടിപ്പിടിച്ചുകൊണ്ട് മാതാവിനെ വട്ടം പിടിച്ച് കരഞ്ഞു. ആ സ്ത്രീ ആ കുട്ടിയെ വാരിയെടുത്തു, നെഞ്ചോട് ചേർത്തു. അവന്റെ മുഖത്തും കവിളിലും മൂർത്താവിലുമൊക്കെ ഉമ്മ കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ട് ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് ആ സ്ത്രീ ഒരു ഭാഗത്ത് പതുക്കെ ഇരുന്നു. ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി സന്തോഷം കൊണ്ട് അവൾ ചിരിച്ചു, കരഞ്ഞു. വല്ലാത്ത ഒരു കാഴ്ച.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാഴ്ച കണ്ടു. പ്രവാചകൻ മാത്രമല്ല, പ്രവാചകന്റെ ചില അനുയായികളും ഈ രംഗത്തിന്, ഈ സന്ദർഭത്തിന് സാക്ഷിയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുയായികളെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ കണ്ടോ? അത് നിങ്ങൾ കണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു. വല്ലാത്തൊരു കാഴ്ചയാണത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആ സ്ത്രീ തന്റെ കയ്യിലുള്ള കുട്ടിയെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജ്വാലകളിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഒരിക്കലും അത് സാധ്യമല്ല. സ്വന്തം ശരീരം ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയേണ്ടി വന്നാലും ആ സ്ത്രീ അത്രയേറെ സ്നേഹിക്കുന്ന ആ കുട്ടിയെ ഈ ജ്വാലകൾക്ക് എറിഞ്ഞു കൊടുക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രവാചകന്റെ അനുയായികൾ പ്രവാചകനോട് തീർത്തു പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആ സ്ത്രീ തന്റെ കുട്ടിയെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ എത്രയോ മടങ്ങ് നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സഹോദര, ഈ ഭൂമിയിൽ ആരെയാണ് നിനക്ക് ഏറെ ഇഷ്ടമെന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ എന്റെ റബ്ബിനെയാണ് എനിക്ക് ഇഷ്ടമെന്ന് കൃത്യമായിട്ട് പറയുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ റബ്ബാരാണ് എന്നും ആ റബ്ബ് നമുക്ക് വേണ്ടി ചെയ്തു തന്നത്, അവൻ നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ വിശാലത അതെന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അള്ളാഹു കാരുണ്യവാനാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു തആല ഏറ്റവുമേറെ വിശേഷിപ്പിച്ചിരിക്കുന്ന പദവും അർ-റഹ്മാൻ, കാരുണ്യവാൻ എന്ന പദം തന്നെയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ കോപത്തിനെ അതിജയിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ മതം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ അള്ളാഹുവിന്റെ സ്നേഹം ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കല്ല. ഇപ്പോഴും എല്ലാ വേണ്ടാത്തരങ്ങൾ ചെയ്യുമ്പോഴും എല്ലാ വൃത്തികേടുകൾ ചെയ്യുമ്പോഴും എപ്പോഴെങ്കിലും അള്ളാഹു തആല നമ്മളെ ശപിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രത്യേകമായ വൈരാഗ്യത്തിനോ അള്ളാഹുവിന്റെ കോപത്തിനോ എപ്പോഴെങ്കിലും നമ്മൾക്ക് ഇടയായിട്ടുണ്ടോ? ഇപ്പോഴും നമ്മൾ സുഖമായിട്ട് ജീവിക്കല്ലേ? നമ്മളൊക്കെയാണെങ്കിൽ എത്ര വട്ടം ദേഷ്യം വരും. ഒരു കാര്യം 10 വട്ടം പറഞ്ഞിട്ട് ഒരാൾ കേൾക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് തന്നെ പ്രതികരിക്കൂലേ നമ്മൾ? ഞാൻ ഒരാളോട് ഒരു കാര്യം 4 വട്ടം പറഞ്ഞു, അയാൾ ആ കാര്യം കേട്ടില്ല. 5ാമത്തെ വട്ടം പറഞ്ഞു, അയാൾ കേട്ടില്ല. പിന്നെ ഞാനും അയാളും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. എന്റെ പണി നോക്ക്, ഇനി എന്റെ വീട്ടിലേക്ക് വരണ്ട, ഞാൻ എനിക്ക് ഭക്ഷണം തരില്ല, ഞാനും ഒരു ബന്ധമല്ല. 5 വട്ടം ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നീ കേട്ടോ, നമ്മൾ അയാളെ ഒഴിവാക്കി, പോ എന്റെ പാട്ടിന് പോ. അല്ലേ? നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയ ഒരു ശബ്ദമുണ്ട്. അതിരാവിലെ നമ്മളെന്നും കേൾക്കുന്ന ഒരു ശബ്ദം. എന്താണ് ആ ശബ്ദം? ഹയ്യ അല സ്വലാത്ത്, നിസ്കരിക്കാൻ വരിൻ. ഹയ്യ അലൽ ഫലാഹ്, വിജയിക്കാൻ വേണ്ടി വരിൻ. അസ്വലാത്തു ഖൈറുൻ മിനൻ നൗം, ഉറക്കിനേക്കാൾ എത്രയോ നല്ലത് നമസ്കാരമാണ് കേട്ടോ എന്ന് ഒരുപാട് കാലങ്ങളായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. സഹോദര, ആ ശബ്ദം കേട്ടപ്പോ എന്തായിരുന്നു നമ്മുടെ പ്രതികരണം? ഇത്ര സുഖമുള്ള സമയ ഉറങ്ങാൻ നേരങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങാൻ അത്രയേറെ സുഖമുള്ള ഒരു സമയം വരണ്ടാവില്ല. ചിലപ്പോഴൊക്കെ രാത്രി 2 മണിക്കൊക്കെ ഉറക്കം കിട്ടുകൊണ്ടൊരു ഉറക്കം കിട്ടുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞിങ്ങനെ കിടന്നിട്ട് ഉറങ്ങുന്നേ ഇല്ല. അങ്ങനെ നേരം വെളുക്കാനായോ എന്ന് വാച്ചിട്ട് നോക്കി ഇങ്ങനെ കിടക്കുമ്പോഴേക്കാരം എവിടുന്നെങ്കിലും ഒരു അല്ലാഹു അക്ബർ, ഒരു ബാങ്കിന്റെ ഒരു ശബ്ദം ദൂരെ നിന്നിങ്ങനെ കേൾക്കാം. അത് കേൾക്കുമ്പോൾ വല്ലാത്ത സമാധാനം. ആ സമാധാനം എവിടെ വരെ എത്തുന്നവരങ്ങൾ? ആ ബാങ്ക് അവസാനിക്കുമ്പോഴേക്ക് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും. ആ ബാങ്കിന്റെ അയ്യാരത്തോളം നമ്മൾ കേൾക്കൂല. അതിന്റെ മുമ്പേ നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ ഉറക്കിലേക്കാണ് വീണ് പോയിട്ടുണ്ടാവും. അത്ര സുഖം ആ സമയത്ത് ഉറങ്ങാൻ. അപ്പോഴാ പടക്കം വിളിച്ച് ഒരു 5 മിനിറ്റ് നിസ്കരിച്ചു പോയി കടന്നുറങ്ങിക്കോ. ഇത് കേട്ടപ്പോ നമ്മൾ എന്താ ചെയ്തേ? ശരീരത്തിലെ പുതപ്പ് ഒന്നുകൂടി തലയിലേക്ക് വലിച്ചിട്ട് ഒന്നുകൂടി ചുരുണ്ടുകൂടി ഒന്നുകൂടി ഇളകി നമ്മൾ ഒന്നുകൂടി സുഖമായി കടന്നു. 1 വട്ടോ 10 വട്ടോ 100 വട്ടോ 1000 വട്ടോ നമ്മുടെ സൃഷ്ടാവായ തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കല്ലേ ആ മനുഷ്യന് വീടും കടന്നുറങ്ങാനുള്ള സൗകര്യം, ആരോഗ്യം, സമാധാനം ഇതൊക്കെ ഞാൻ കൊടുത്തിട്ട് എത്ര കാലായി ഞാൻ അവൻ ആ പള്ളിക്കത്തൊന്ന് വിളിക്കുന്നു, ഇതുവരെ അവൻ വന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം, നാളെ ഞാൻ കൊടുത്ത കാലുകൊണ്ട് അവൻ എഴുന്നേൽക്കണ്ട, അവൻ അവിടെ കിടക്കട്ടെ. ഇത്രയും കാലം ഞാൻ രാവിലെ വിളിച്ചിട്ട് ആ പള്ളിയിലേക്കൊന്ന് വരാൻ സൗകര്യമില്ലാത്ത ആ മനുഷ്യൻ നാളെ രാവിലെ അവന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കണ്ട, അവൻ അവിടെ കിടക്കട്ടെ എന്ന ഒരു തീരുമാനം പടച്ച തമ്പുരാൻ എടുത്താൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര, ആ നിശ്ചലമായ നമ്മുടെ ശരീരത്തെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താൻ ഈ ലോകത്തിലെ ഏത് വൈദ്യശാസ്ത്രത്തിനാ സഹോദര സാധിക്കുക? ഈ ലോകത്തിലെ ഏത് ഡോക്ടർമാർക്ക് സാധിക്കാം? അള്ളാഹു അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ, ഞാൻ 10 തവണ പള്ളിക്ക് വിളിച്ചിട്ട് ഒരു ദിവസം പോലും പള്ളിക്ക് വന്നില്ല, അതുകൊണ്ട് അവൻ അവിടെ കിടക്കട്ടെ, ഞാൻ അവന്റെ കാലിന്റെ ശക്തിയെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന ഒരു തീരുമാനം പടച്ചതമ്പുരാനെങ്ങാനും എടുത്താൽ ആർക്കാണ് നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ സാധിക്കുക?
ഈ കണ്ണിന് കാഴ്ച തന്ന തമ്പുരാനല്ലേ പറഞ്ഞത് ഹറാമുകൾ കാണരുത് എന്ന്? ആ ഹറാമുകളിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അള്ളാഹുവിന്റെ ഒരു തീരുമാനം, ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ചയെ ഞാൻ പിൻവലിക്കുന്നു എന്ന ഒരു തീരുമാനം പടച്ച തമ്പുരാനെങ്ങാനും എടുത്താൽ ആ കണ്ണിന് കാഴ്ച തിരിച്ചു നൽകാൻ ഏതൊരു വൈദ്യശാസ്ത്രത്തിനാണ് സഹോദര സാധിക്കുക? അതുകൊണ്ട് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള അകലം ഒരുപാട് വലിയ അകലമുണ്ട്. ഈ അകലമാണ് അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുവാനും അള്ളാഹുവിനെ വിളിക്കുവാനും അള്ളാഹുവിനെ ആരാധിക്കുവാനും നമുക്ക് തടസ്സമാകുന്നത്. പല പല കാര്യങ്ങൾക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ പോലും നമ്മുടെ മനസ്സിൽ മടുപ്പുണ്ടാകുന്നത്, ഞാൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു കേൾക്കുമോ, കേട്ടാൽ തന്നെ ഞാൻ പ്രാർത്ഥിച്ചത് കിട്ടുമോ എന്ന ഒരു സംശയം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്തത്. അല്ലേ? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ സൂറത്തു മറിയമിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, നര ബാധിച്ചു, വാർദ്ധക്യം ബാധിച്ചു, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞു, എല്ലുകളൊക്കെ നുരുമ്പിപ്പോയി, മുടിയൊക്കെ വെള്ളി പോലെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു, വാർദ്ധക്യത്തിന്റെ അങ്ങേ തലക്കലാണ്. പക്ഷേ അല്ലാഹുവേ, ഈ സമയത്ത് പോലും ഒരു കുട്ടി ഉണ്ടാവണമെന്ന, ഒരു സന്തതി ഉണ്ടാവണമെന്ന എന്റെ ആഗ്രഹത്തിന് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ നിരാശനല്ല റബ്ബേ. പടച്ചോനെ, ഈ വാർദ്ധക്യാവസ്ഥയിൽ ഇനി പ്രാർത്ഥിച്ചിട്ടെന്ത് കാര്യം എന്ന ഒരു തോന്നൽ എന്റെ മനസ്സിലില്ല റബ്ബേ. ഇതാ ഈ സമയത്തും പ്രതീക്ഷയോടുകൂടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞുവെങ്കിൽ സഹോദര, അത് വിശ്വാസത്തിന്റെ ഒരു ഉറപ്പാണ്. കൊല്ലങ്ങൾക്ക് ശേഷം മകൻ നഷ്ടപ്പെട്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം കരഞ്ഞു കണ്ണിന്റെ കാഴ്ച പറ്റിയ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മുതിർന്ന മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഈജിപ്തിലേക്ക് പോകുന്ന വഴി എവിടെയെങ്കിലും യൂസുഫ് ഉണ്ടോ എന്ന് അന്വേഷിക്കുവാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. പതിറ്റാണ്ടുകളായി മകൻ നഷ്ടപ്പെട്ടിട്ട് എല്ലാ പ്രതീക്ഷകളും കെട്ടടങ്ങിയിരിക്കുന്നു. പക്ഷേ ആ പിതാവിന്റെ മനസ്സിലെ പ്രതീക്ഷകൾ കെട്ടടങ്ങിയിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം പിതാവ് മക്കളോട് പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ തിരയണം കേട്ടോ. മക്കൾ പിതാവിനെ ശാസിച്ചു, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? പതിറ്റാണ്ടുകളായി യൂസുഫ് പോയിട്ട് ഇപ്പോഴും യൂസുഫ് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇപ്പോഴും പ്രതീക്ഷകളുമായി കാത്തിരിക്കുവാൻ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ആ മക്കൾ വൃദ്ധനായ പിതാവിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചപ്പോൾ ആ മഹാനായ പിതാവിന്റെ മറുപടി, ഞാൻ എന്റെ പ്രയാസങ്ങളും എന്റെ ദുഃഖങ്ങളും ഞാൻ പറയുന്നത് പടച്ചതമ്പുരാന്റെ മുമ്പിലാണ്. ആ പടച്ചവന്റെ മുമ്പിൽ ഏത് സമയത്തും എന്റെ ഒരു പ്രയാസവും അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ എനിക്ക് പ്രശ്നങ്ങളില്ല, നിരാശയില്ല എന്ന് പഠിപ്പിച്ച ആ മഹാനായ പ്രവാചകന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള നിരാശ, അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ വിശ്വാസമില്ലായ്മ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർത്ത ശൂന്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജാഹിലിയ കാലത്തെ മുശ്രിക്കുകളുടെ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞറിയോ? അവരിങ്ങനെ കടലിൽ കൂടി സഞ്ചരിക്കുമ്പോ, മല പോലെയുള്ള തിരമാലകൾ വരുമ്പോ, വലിയ വലിയ തിരമാലകൾ വരുമ്പോ, കപ്പൽ മുങ്ങിപ്പോകുമെന്ന ഒരവസ്ഥ വരുമ്പോ അവർക്ക് നിർദ്ദേശം കിട്ടുമത്രേ, ഇതാ വലിയ ഒരു അപകടം ഇതാ നമ്മളെ തേടി വരുന്നുണ്ട്, നമ്മുടെ കപ്പലിനെ മുക്കിക്കളയുവാൻ മാത്രം ശേഷിയുള്ള കൂറ്റൻ തിരമാലകളും കൊടുങ്കാറ്റിലുമാണ് കപ്പൽ വന്ന് പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളെ സഹായിക്കുവാൻ ഏകനായ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് മറ്റെല്ലാ ദൈവങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഏകനായ റബ്ബിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മുശ്രിക്കുകളായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മുശ്രിക്കുകളായ ആളുകൾ വിശ്വസിച്ചു അത്രേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആ ജനങ്ങൾ വിശ്വസിച്ചു, വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്നായിരുന്നു അവരുടെ വിശ്വാസമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മുടെ നാട്ടിലെ വിശ്വാസം തരങ്ങള്, നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടിക്കൊക്കെ ചെറിയ ഒരു പനിയൊക്കെ പിടിച്ചാല് വീട്ടിലെ വല്യമാര് ഒരു കുപ്പി മണ്ണെണ്ണ അല്ലെങ്കിൽ 2 കോഴിമുട്ടിയോ അല്ലെങ്കിൽ 50 ഉറുപ്പിയോ ഒക്കെ പള്ളിക്കൊക്കെ നേർച്ചയാക്കും കുട്ടിന്റെ പനി മാറാൻ. പനി മാറിയില്ല, പനി മൂത്ത് ടൈഫോയിഡായി. എന്നാലോ ഇനി പടത്തോനെ കൊണ്ട് നടക്കൂല, ഇനി മമ്പുറത്തേക്ക് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് പുത്തമ്പള്ളിക്ക്, അവിടുന്ന് പിടുത്തം വിട്ട അജ്മീർക്ക് നാഗൂർക്ക് നേർച്ചകൾ അങ്ങട്ടാ പോവുക. ചെറിയ ചെറിയ കാര്യമൊക്കെ പടത്തോനോട് പറയാം, വലിയ വലിയ കാര്യമൊന്നും പടത്തോനെ കൊണ്ട് നടക്കൂല, അത് നടക്കണമെങ്കിൽ വേറെ ആൾക്കാരെ സമീപിക്കണം എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹം തരം താണിയിരിക്കുന്നു. എന്തേ കാരണം?
അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, ഉമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അല്ലാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല. അല്ലാഹു എന്നത് ഒരു ശബ്ദമല്ല, അല്ലാഹു എന്നത് ഒരു ഐതിഹ്യമല്ല, അല്ലാഹു എന്നത് ഒരു സങ്കല്പമല്ല, അല്ലാഹു ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാവട്ടെ ഏതു സമയത്തും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏതു സമയത്തും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ഏത് സമയത്തും നമ്മുടെ പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിന്റെ നിരീക്ഷണത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ കണ്ണുകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന ബോധം. ഒരു സ്കൂൾ ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ അധ്യാപകൻ വന്നു. ആ അധ്യാപകൻ എന്തോ ആവശ്യത്തിന് പുറത്തു പോകേണ്ടി വന്നു. അപ്പൊ അധ്യാപകൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വായിച്ചോളി, ആരും വർത്താനം പറയരുത്, എല്ലാവരും വായിക്കണം എന്ന് പറഞ്ഞു. കുട്ടികളെല്ലാവരെയും വായിപ്പിക്കാൻ ഇരുത്തിയിട്ട് അവർ വായന തുടങ്ങിയപ്പോൾ അധ്യാപകൻ പുറത്തുപോയി. അധ്യാപകൻ പോകുന്നത് ഇങ്ങനെ കണ്ടതോടുകൂടി കുട്ടികൾ പുസ്തകം അടച്ചു വെച്ചു. പിന്നെ ആകെ ബഹളം, ആകെ വർത്താനം, ബഹളം, അടി പിടിയൊക്കെ ആയി. അടുത്ത ക്ലാസ്സിലെ ടീച്ചർ പരാതി പറഞ്ഞു, മാഷെ നിങ്ങളെ ക്ലാസ്സിൽ എന്തായിരുന്നു ബഹളം? അപ്പൊ മാഷ് പറഞ്ഞു, ഞാൻ എല്ലാവരും വായിപ്പിച്ചാണല്ലോ പോയത്. അപ്പൊ ടീച്ചർ പറഞ്ഞു, നിങ്ങൾ പോയപ്പോ തന്നെ വായന നിർത്തി, പിന്നെ നല്ല ബഹളമായിരുന്നു, ആകെ ഞങ്ങളെ ക്ലാസ്സും കൂടി അലങ്കോലപ്പെട്ടു. മാഷക്ക് ദേഷ്യം വന്നു. മാഷ് പറഞ്ഞു, ഇന്നലെ കാണിച്ചുതരാം. പിറ്റത്തെ ദിവസം മാഷ് അങ്ങനെ തന്നെ പറഞ്ഞു, എല്ലാവരും വായിച്ചോളി, ആരും വായിക്കാതെ ബഹളം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് പതുക്കെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ബാക്കിൽ കൂടെ ഇങ്ങനെ പോയിട്ട് പുറത്തന്നെ വന്നു. ഒരു ജനൽ പൊളിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കി, ആരാ വർത്താനം പറയുന്നത്? കുട്ടികളൊക്കെ പെരും വർത്താനം. പക്ഷെ ബാക്കിലെ ബെഞ്ചിൽ നിൽക്കുന്ന 2-3 ആൾക്കാർ ഇത് കണ്ടു. മാഷ് നോക്കണേ, ഓല് മുണ്ടണില്ല, ഓല് വായിക്കന്നെയാണ്. അപ്പൊ എടുത്തുള്ള കുട്ടി ഇങ്ങനെ തോണ്ടുണ്ടോനെ, ഓനൊക്കെ തട്ടിട്ട് ഇപ്പം വായിക്കുക. എന്താ നിങ്ങൾ മാഷ് നോക്കണ ഇപ്പം കണ്ടിരിക്കണം, മറ്റോല് കണ്ടിട്ടില്ല. മറ്റോല് പൊട്ടന്മാരെ പോലെ കളിക്കുകയാണ്. അപ്പൊ ഓല് ഇപ്പം അങ്ങനെ വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വിളിച്ച. അപ്പൊ ഓനൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് ഇവര് പെരും വായനയാണ്. കാരണം മാഷ് ഇങ്ങനെ നോക്കണ പോലെ കണ്ടിരിക്കണം. ജീവിതത്തിലെ ദുന്യാവിൽ ഹറാമുകളും വൃത്തികേടുകളും തോന്നിവാസങ്ങളും കുലം കുത്തി ഒഴുകുക. ആ ഒഴുക്കിന്റെ പിന്നാലെ പോകേണ്ടവനല്ല ഒരു മുസ്ലിം. അവന് കൃത്യമായ വിശ്വാസമുണ്ട്. എന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും സർവശക്തനായ പടച്ചതമ്പുരാന്റെ കൺമുമ്പിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന കൃത്യമായ വിശ്വാസത്തിന്റെ ഉടമയാണ് ഒരു മുസ്ലിം. അതുകൊണ്ടാണ് അവൻ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ലോകത്തിന് മാതൃകയായത്. അതുകൊണ്ടാണ് അവൻ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും രൂപങ്ങളായി ഈ ലോകത്ത് ജീവിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കാൻ ഞാൻ സൂചിപ്പിച്ചത് എന്താണ് അള്ളാഹു എന്ന് മനസ്സിലാക്കാൻ, ആരാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കാൻ, ആ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. നമ്മൾ ശ്രമിച്ചാൽ പോരാ, നമ്മുടെ വീട്ടിലും നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബങ്ങളും അതൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയതിനേക്കാളേറെ കുട്ടികൾ മറ്റുള്ള ദൈവങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കണേ. മറ്റുള്ളപ്പോ ശ്രീകൃഷ്ണനെ കുറിച്ച് ഒരു 10 വാക്ക് എഴുതാൻ പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ എഴുതും. ശ്രീകൃഷ്ണനെ കുറിച്ച് 10 വാക്ക് എഴുതാൻ ഓൽക്ക് കിട്ടും. ശ്രീരാമനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാലും ഓൽക്കറിയാം. പാണ്ഡവരെ കുറിച്ചും കൗരവരെ കുറിച്ചും ഓൽക്കറിയാം. കുരുക്ഷേത്ര യുദ്ധത്തെ കുറിച്ച് ഓൽക്കറിയാം. എല്ലാം അറിയാം. എന്നാലോ നമ്മളെ കുറിച്ച് എന്താ അറിയാം? ഒന്നും അറിയില്ല. ഖുർആനെ കുറിച്ച് അറിയില്ല, ബദർ യുദ്ധം എന്താ അറിയില്ല, ഉഹുദ് അറിയില്ല, ഖന്തക്ക് അറിയില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആരാ അറിയില്ല, അലി റളിയല്ലാഹു അൻഹു ആരാ അറിയില്ല, ഒന്നും അറിയില്ല. എന്തേത്? മറ്റുള്ളതൊക്കെ പഠിച്ചിരുന്നു. മറ്റുള്ളതൊക്കെ പഠിച്ചു. നമ്മളെന്നെ പഠിപ്പിച്ച ഏതെങ്കിലും ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ഒന്ന് ക്ലാസ് കൊടുത്തല്ല നമ്മൾ പഠിപ്പിച്ച, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി പഠിപ്പിച്ച. ഒരാള് ഇന്നോട് കൗതുകത്തോടെ ഒരു കാര്യം പറഞ്ഞു, മൗലവി ഇന്നലെ എൻ്റെ വീട്ടിലുണ്ടായ ഒരു സംഭവം കേൾക്കണം. കേൾക്ക്. എന്റെ വീട്ടിലുള്ള സംഭവം, ഉപക്ക് 2 പേരക്കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളാണ്. ഈ 2 ആൾ ഒരേ ഇരട്ട കുട്ടികളാണ്, ആൺകുട്ടികൾ. കണ്ടാൽ തന്നെ കൗതുകം തോന്നുന്ന 2 കുട്ടികളാണ്. അപ്പൊ അയാൾ പറയാം, ഒരു കുട്ടിക്ക് രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടി പുറത്തു പോകണം. അപ്പൊ ഓൻ ഒറ്റക്ക് പോകാൻ പേടിയാ. അപ്പൊ മറ്റോനെ വിളിച്ചു. മറ്റോനിങ്ങനെ ഉറക്കം വന്ന് ഇങ്ങനെ കിടക്കുക, അല്ലെങ്കിൽ മടി പിടിച്ച് കിടക്കുക. ഞാൻ ഇല്ലായിരുന്നു. ഇവൻ കുറെ വിളിച്ചു, പോരടാ. അപ്പൊ മറ്റോ പറഞ്ഞു, പോയി മൂത്രമൊഴിച്ചു, ആരും വരൂല, അവിടെ കള്ളന്മാരൊന്നും ഇല്ല, പോയി മൂത്രമൊഴിച്ചു പോരൊന്നും പറ്റൂല. അപ്പൊ ഇവൻ പറഞ്ഞു, മറ്റോൻ പറഞ്ഞു, എനിക്ക് പേടിയാണ്. എന്തായിരുന്നു? പ്രേതത്തിനെ പേടിയാ എനിക്ക്. പ്രേതത്തിന് അന്തിക്ക്. മറ്റോൻ പറഞ്ഞു, പ്രേതത്തിനെ പേടിയാണെങ്കിൽ മാർഗം ഞാൻ കാണിച്ചു തരാം. ഓനിങ്ങനെ കുറച്ചേരം ഇരുന്നുകാണ്ട് ഇങ്ങനെ സാറെന്താ ഇതിങ്ങനെ കൈപ്പിടിച്ചാൽ മതി, എന്നാ പ്രേതം വരൂലാണ്. എന്താ നിങ്ങൾ കടലാസോട് ഉണ്ടാക്കിയൊരു കുരിശ് ഇങ്ങനെ കടലാസുണ്ടാക്കി കൊടുത്ത് ഇതിങ്ങനെ പിടിച്ച് പോയാൽ മതി, എന്നാ പ്രേതം വരൂലാണ്. മറ്റേ പൊട്ടൻ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മൂത്രമൊഴിക്കാൻ പോയി. അവൻ സമാധാനത്തോടെ മൂത്രമൊഴിച്ച് പോന്നുന്നാ. അപ്പൊ ഇയാൾ പറയാം, മൗലവി ഞാൻ അതിങ്ങനെ നോക്കി നിന്നു, കുട്ടികളൊക്കെ ഒരു കാര്യം. ഞാൻ അയാളെ മൂത്രത്തിങ്ങനെ നോക്കി. 5 വക്ത് പള്ളിക്ക് നിസ്കരിക്കാൻ പറ്റുന്ന മനുഷ്യനാണ്.
തന്റെ വീട്ടിലെ പ്രിയപ്പെട്ട പേരക്കുട്ടികളുടെ മനസ്സിലേക്ക് ശിർക്കിന്റെ രൂപങ്ങൾ കുലംകുത്തി വന്നത് കണ്ടിട്ടും അയാൾക്ക് ആശ്ചര്യയാത്ര തോന്നിയ പേടി തോന്നിയില്ല. എനിക്കാണെങ്കിൽ പേടിയാ തോന്നുന്ന പടച്ചോനെ എന്റെ കുട്ടികളെ അവസ്ഥകളൊക്കെ കുരിശിങ്ങനെ കൈപ്പിടിച്ച് പോയാൽ ഒരപകടം എനിക്ക് പറ്റൂലെന്ന് ആ ചെറിയ കുട്ടികളുടെ മനസ്സിൽ ആരാണ് സഹോദര വയൽ പറഞ്ഞു കൊടുത്ത്? ഏതെങ്കിലും പെന്തക്കോസ്തറങ്ങളെ പേരിലൊന്ന് വയൽ പറഞ്ഞോ? ഇല്ല. പിന്നെ ആരാരങ്ങൾ 250-300 മാസം കേബിൾ ടിവിക്ക് വരിസംഖ്യ കൊടുത്തുകണ്ടേ ആ ടിവിയിൽ കൂടി നിങ്ങളെ കുട്ടിയൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താണേ. ഹുസൈൻ സലഫിന്റെ ഒരു CD പെരിയിലുണ്ടെങ്കിലേ ഏതെങ്കിലും കുട്ടികളും പേരക്കുട്ടികളും ആ CD കേട്ടുക്കണം. ആര് കേൾക്കണം? എന്നാ സിനിമന്റെ സീഡിയൊക്കെ വന്നാണ്ടല്ലോ നിങ്ങൾ അത് എത്രങ്ങാനും ആൾക്കാരാ കേൾക്കുന്ന നിങ്ങൾ അവനാന്റെ കഴിഞ്ഞ അയലോകത്ത് കൊടുക്കും. വിചിന്തനൊക്കെ വാങ്ങിക്കൊണ്ടുപോകും ചില ആൾക്കാർ. എന്നിട്ട് അത് വാങ്ങൽ നിർബന്ധ. കാരണം പള്ളിക്കുന്ന ISMന്റെ സെക്രട്ടറിയിൽ പിടിപ്പിച്ചല്ല എന്നാ കൊണ്ടേക്ക് പറഞ്ഞുകൊണ്ട് അത് കുടുങ്ങിയിട്ട് വാങ്ങാം. എന്നിട്ട് വീട്ടിലെത്തിയിട്ടോ അതിന്റെ ആ റാപ്പർ പോലും പൊട്ടിക്കൂല. ആ പുറത്ത് അഡ്രസ് ചെയ്ത റാപ്പർ ഉണ്ടല്ലോ അതും കൂടി പൊട്ടിക്കാതെ മേലെ കട്ടും. പുതിയത് ഒരു 5 കൊല്ലം മുമ്പത്തെ വിചിന്തനൊക്കെ ഉണ്ടാവും. ഇപ്പോഴും ഒരു പൊടിയും കൂടി പറ്റാതെ ഭംഗിയായിട്ട് എന്നാ പെരിയിൽ വാങ്ങണ ഈ വല്ല വനിത അതേപോലത്തെ പ്രസിദ്ധീകരണമൊക്കെ ഉണ്ടെങ്കിലേ അതിങ്ങനെ ചാറ് വാർന്ന പത്തിരി പോലെ ആയിട്ടുണ്ടാവും. ഒരു മാസം എന്താരങ്ങൾ വല്യമ്മയും വായിച്ച് പേരക്കുട്ടികളും വായിച്ച് മറ്റവരും വായിച്ച് എല്ലാവരും പിടിയും വലിയും കൂടി വായിച്ച് മാസാവസാനമായപ്പോൾ അത് സാധനം കഴിഞ്ഞിട്ടുണ്ട്. എന്നാ അതിന്റെ കൂടെ വന്ന വിചിന്തനോ അൽമനാറോ ആർക്കാപ്പ അതിനൊക്കെ നേരമുള്ളത് വായിച്ചോക്കല്ലേ? അറിയില്ല സഹോദര, അറിയില്ല. നമ്മളൊക്കെ നമ്മളെ മക്കളെ ഒരുപാട് പഠിപ്പിച്ചെങ്കിലും റബ്ബ് ആരാണ് എന്നും മതം എന്താണ് MAക്കും BAക്കും ഒക്കെ പഠിക്കുന്ന കുട്ടികളില്ലേ നമുക്ക്? നമ്മളൊക്കെ ആ കുട്ടികളെ പഠനത്തിലും റാങ്കിലും ഓലെ ഗ്രേഡിലുമൊക്കെ നമ്മൾ അഭിമാനിക്കാറില്ലേ? അങ്ങനെ ഒരു കുട്ടിയെ ഞങ്ങൾ വിളിക്കി, അല്ല മോനെ ഈ എന്തിനാ പഠിക്കണേ? ഞാനോ വാപ്പാക്കറിയില്ലേ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയാണ്. നന്നായി, എന്റെ മോൻ നല്ല ബുദ്ധിയുള്ള മോനാണ്. ഇംഗ്ലീഷൊക്കെ നന്നായി സംസാരിക്കോ? ഞാൻ ഇംഗ്ലീഷ് ഇങ്ങനെ വെള്ളം പോലെ സംസാരിക്കും. എന്റെ മോൻ എന്തൊക്കെ പഠിച്ച്? ഞാൻ ഷേക്സ്പിയറെ കുറിച്ച് പഠിച്ചു, അദ്ദേഹത്തിന്റെ നാടകം പഠിച്ചു, ഷെല്ലിയെ കുറിച്ച് പഠിച്ചു, അദ്ദേഹത്തിന്റെ കവിതകൾ പഠിച്ചു. ഞാൻ ആധുനികവും നാഗരികവുമായ പുരാതനവുമായ ഇംഗ്ലീഷ് സാഹിത്യത്തെ മുടിനാരിഴ കീറി പഠിച്ചു. ശരി, എന്റെ മോന് മയ്യത്തുസ്കാരത്തിലെ പ്രാർത്ഥന എന്ന് ചെല്ലാൻ അറിയോ? മയ്യത്തുസ്കാരത്തിലെ പ്രാർത്ഥന ചെല്ലാൻ അറിയോ? ബാപ്പ മരിച്ചാല് ബാപ്പാന്റെ വെള്ളത്തുണി പൊതിച്ച വസ്ത്രത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ ബാപ്പക്ക് വേണ്ടി നിസ്കരിക്കണം എന്റെ വാപ്പ സ്വപ്നം കാണുന്ന നീയാണ്. ആ മയ്യത്തുസ്കാരത്തിലെ പ്രാർത്ഥന മോനൊന്ന് ചൊല്ലിക്കാം. കുട്ടി ഇങ്ങനെ വാപ്പാന്റെ മുഖത്തേക്ക് തുറച്ചിങ്ങനെ നോക്കും. എന്നിട്ട് ഉമ്മാനോട് ചോദിക്കും, ഉമ്മേ ബാപ്പാക്കൊന്ന് ഗുളിക കൊടുത്തിട്ടില്ലേ? ബാപ്പ പിച്ചുമ്പേയൊക്കെ പറയണ് MA ലിറ്ററേച്ചർ ഇംഗ്ലീഷിൽ പഠിക്കണം എന്നോട് മയ്യത്തുസ്കാരത്തിന്റെ പ്രാർത്ഥനയല്ലാന് ബാപ്പാക്ക് സുഖല്ലേ? അല്ലേ? ഇതാണ് നമ്മൾ വളർത്തിയെടുത്ത ഒരു തലമുറയുടെ അവസ്ഥ. വലിയ ആൾക്കാരാ, മതത്തിന്റെ ആൾക്കാരാ നമ്മള്, വലിയ ഉഷാറാ. ഏത് കാര്യത്തിനും നമ്മൾ ആ മതത്തിന്റെ വിഷയത്തിൽ ഒരുപാട് മേലെയാ. പക്ഷേ കാതലായ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. വയലിങ്ങനെ കേൾക്കണം, എന്താ പ്രസംഗം, എന്താ അയാളുടെ പ്രസംഗം. അതിങ്ങനെ വിലയിരുത്തി അതിന് മാർക്കിട്ട് കണ്ട് പോവുക എന്നല്ലാതെ ആ പ്രസംഗത്തിൽ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ഒരാഗ്രഹം, അതൊന്ന് നിന്റെ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കണമെന്ന് ഒരാഗ്രഹം നമുക്കുണ്ട്. അപ്പം നിങ്ങളൊക്കെ വയൽ കേട്ടല്ലോ, ഇവിടെ കേട്ട കാര്യങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ഇന്നത്തെ ക്യാമ്പിൽ പോയിട്ട് എന്തൊക്കെ കിട്ടിയെന്ന് ഭാര്യ ചോദിക്കുമ്പോൾ എന്താ കിട്ടിയേ? ഉച്ചക്കൊരു ഉണങ്ങിയ നെയ്ച്ചോറും ഉണ്ടായിന്, ഒരു വേഗാത്ത പോത്തർച്ചിന്റെ ചാറുണ്ടായിന്, അല്ലാതെ എന്താ കിട്ടിയതില്ല. ഒരു മറുപടിക്കപ്പുറം അല്ല, ഇന്ന കാര്യങ്ങൾ കിട്ടി, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, പകർത്തണം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം അത് യഥാർത്ഥമായ വിശ്വാസമാണ്. അല്ലെങ്കിൽ അതൊരു വെറും ഒരു എന്താ പറയാ, ഞാനും മുസ്ലിമാണ് എന്നത് വെറും ഒരു ആത്മകഥമായി മാറും. അതിന് യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാനുള്ള നമ്മുടെ മുമ്പിലെ ഏറ്റവും നല്ല മാർഗം വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അള്ളാഹു ആരാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചതിനേക്കാളേറെ ഈ ലോകത്ത് വേറെ ആരും പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയാണ്, മഹാന്മാരായ സഹാബത്തിന്റെ, മഹാന്മാരായ സാലിഹീങ്ങളുടെ ജീവിതമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ ഈ സ്രോതസ്സുകൾ, ഈ സോഴ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കുവാനും അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നാഥൻ നാളെ അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.